ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു നൗറാസ് കിച്ചൺ. അപ്പോൾ പുതിയൊരു റെസിപ്പിയുമായിട്ടാണ് ഞാനിന്ന് വന്നിട്ടുള്ളത്. പുതിയ റെസിപ്പിയൊന്നുമല്ല, പലർക്കും അറിയാവുന്നൊരു റെസിപ്പി തന്നെയാണ്. അച്ചാറാണ്. ബീട്രൂട്ട് വെച്ചിട്ട് തയ്യാറാക്കി എടുത്തിട്ടുള്ളൊരു അച്ചാറാണ്. പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റിയ അച്ചാറാണ്. സാധാരണ നമ്മൾ നാടൻ ടൈപ്പിലൊക്കെ തയ്യാറാക്കി എടുക്കുമ്പോൾ മുളക് പൊടിയും അങ്ങനെ കായത്തിൻ്റെ പൊടിയൊക്കെ ചേർത്തിട്ട് തയ്യാറാക്കും. പക്ഷെ ഞാനിത് എളുപ്പത്തിന് വേണ്ടിയിട്ട് അച്ചാറ് പൊടി ചേർത്തിട്ടുള്ള അച്ചാറാണ് കാണിക്കുന്നത്. അച്ചാറുപൊടി മാത്രം ചേർത്ത് തയ്യാറാക്കിയെടുത്ത അച്ചാറ്. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കുന്നത് നോക്കാം. എളുപ്പമാണ് തയ്യാറാക്കാനായിട്ട്. അതിനായിട്ട് ഞാനിവിടെ ഒരു 4 ബീട്രൂട്ട് എടുത്തിട്ടുണ്ട്. ആ ബീട്രൂട്ട് ഇതുപോലെ തൊലി കളഞ്ഞെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഞാനിത് ഗ്രേറ്ററിൽ വെച്ചിട്ട് ഗ്രേറ്റ് ചെയ്തെടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ക്യൂബ് ഷേപ്പിലായിട്ട് ഇങ്ങനെ ചതുരത്തിലുള്ള പീസുകളാക്കി കട്ട് ചെയ്തെടുക്കാവുന്നതാണ്. അങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാം. ഈ ഗ്രേറ്ററിൽ വെച്ച് ചെയ്തെടുക്കുമ്പോൾ എന്ന് വെച്ചാൽ നമ്മൾ വേറെ വേവിച്ചിട്ട് ചേർക്കേണ്ട ആവശ്യമില്ല. അതുപോലെ തന്നെ പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടുകയും ചെയ്യും. അപ്പോൾ ഇത് 4 ഇവിടെ ഞാൻ തൊലി കളഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇതിനെ നമുക്കിനി ചോപ്പ് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിതാ 4 ബീട്രൂട്ടും ഇതുപോലെ ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇങ്ങനെയാണ് ഞാൻ ചോപ്പ് ചെയ്തെടുത്തപ്പോൾ കിട്ടിയത്. ചിലർക്ക് കുറച്ചും കൂടെ വീതിയുള്ള പീസസായി കിട്ടും. ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് ഉപ്പ് ഇട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ കുറച്ച് അച്ചാർ പൊടി കൂടെ ഇട്ടിട്ട് അതിനൊന്ന് മിക്സാക്കി വെക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഞാനിതിലേക്ക് ഏകദേശം ഒരു 1/2 ടീസ്പൂണോളം അച്ചാർ പൊടി ചേർത്തിട്ടുണ്ട്. മാർക്കറ്റിൽ നിന്ന് വാങ്ങാൻ കിട്ടും അച്ചാർ പൊടി എന്ന് പറഞ്ഞാൽ. അപ്പോൾ അതുകൂടെ ചേർത്ത് നല്ലോണം ഒന്ന് മിക്സാക്കി കൊടുത്തിട്ടുണ്ട്. ഇതിനെ നമുക്കൊരു 10 മിനിറ്റ് വരെ മാറ്റി വെക്കാം പിടിക്കാൻ വേണ്ടിയിട്ട്. ഇനി ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് എണ്ണ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നല്ലെണ്ണ ഉണ്ടെങ്കിൽ നല്ലെണ്ണ യൂസ് ചെയ്യാം. അതിലേക്ക് ഞാനൊരു 1/4 ടീസ്പൂണോളം കടുക് ചേർത്തു. ആ കടുക് നന്നായിട്ട് പൊട്ടി വരട്ടെ. ഇനി ഞാൻ ഇതിലേക്ക് ചേർക്കുന്നത് പച്ചമുളകും അതുപോലെ തന്നെ ഇഞ്ചിയും കൂടെ അരിഞ്ഞെടുത്തതാണ്. ഇഞ്ചി ഞാനിതിൽ അരിഞ്ഞാണ് ചേർക്കുന്നത്. വേണമെന്നുണ്ടെങ്കിൽ ചതച്ച് ചേർക്കാവുന്നതാണ്. പച്ചമുളകും ഇതുപോലെ വട്ടത്തിൽ അരിഞ്ഞിട്ട്. പിന്നെ ഞാൻ വെളുത്തുള്ളിയും ചേർക്കുന്നുണ്ട്. വെളുത്തുള്ളി ഞാനൊരു കുറച്ച് അധികം എടുത്തിട്ടുണ്ട്. അച്ചാറിൽ വെളുത്തുള്ളിയുടെ ടേസ്റ്റ് നല്ല രസമുണ്ടാവും കഴിക്കുമ്പോൾ. അങ്ങനെ വെളുത്തുള്ളിയും ഇഞ്ചിയും കൂടെ ചേർത്ത് നല്ലോണം ഒന്ന് മൂപ്പിച്ചെടുക്കാം നമുക്കിത് എണ്ണയിലിട്ടിട്ട്. അതുപോലെ തന്നെ കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതിലേക്ക്. ഇനി ഞാൻ ഇതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ ബീട്രൂട്ടിൽ കുറച്ച് ഉപ്പിട്ടിട്ട് അവിടെ പുരട്ടി വെച്ചിരുന്നു. അപ്പോൾ ഞാൻ ഇതിലേക്ക് കുറച്ച് ഉപ്പ് കൂടെ ചേർത്തിട്ട് നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ഏകദേശമൊക്കെ മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലേക്ക് നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ബീട്രൂട്ട് ചേർക്കാം. അതിൻ്റെ മുന്നായിട്ട് നമുക്കൊരു 1.5 ടീസ്പൂണ് അച്ചാർ പൊടി കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ മറ്റേതിൽ 1/2 ടീസ്പൂൺ മാത്രമേ ചേർത്തിട്ടുള്ളൂ. അപ്പോൾ ഒരു 1.5 ടീസ്പൂണും കൂടെ അച്ചാർ പൊടി ഞാൻ ഇതിലേക്ക് ചേർത്തിട്ടുണ്ട്. എണ്ണയിലേക്ക് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക അച്ചാർ പൊടിയെ. ആ മൂപ്പിച്ചെടുക്കുന്ന സമയത്ത് നല്ലൊരു മണമൊക്കെ വരും. ഈ ഒരു മൂപ്പിച്ചെടുക്കുന്ന ഒരു ടേസ്റ്റാണ് അച്ചാറിലേക്ക് രസം ഉണ്ടാവുക. അപ്പോൾ ഇത് ഏകദേശമൊക്കെ നന്നായി മൂത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഫ്ലെയിം കുറച്ച് വെക്കണം, കരിഞ്ഞു പോകരുത്. ഇനി നമുക്കതിലേക്ക് ബീട്രൂട്ട് ചേർത്ത് കൊടുക്കാം. നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ബീട്രൂട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കുക. ബീട്രൂട്ട് കൂടി ഇട്ടിട്ട് നല്ലോണം ഇളക്കി മിക്സാക്കി കൊടുക്കണം. പിന്നെ നമ്മൾ ബീട്രൂട്ട് ഇതുപോലെ അരിഞ്ഞുകൊണ്ട് പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. ഒരുപാട് നേരം കിടന്ന് കുക്കാവേണ്ട ആവശ്യം ഉണ്ടാവില്ല. ഇങ്ങനെയാണ് അരിഞ്ഞെന്ന് വിചാരിച്ചിട്ട് അച്ചാറിന് ടേസ്റ്റിൽ കുറവൊന്നും ഉണ്ടാവില്ല. ഇനി നമുക്കിതിനെ കുറച്ച് നേരം അടച്ചു വെച്ച് വേവിച്ചെടുക്കണം. ഇത് ഞാനൊരു 10 മിനിറ്റ് നേരമൊക്കെ ഒന്ന് വേവിച്ചെടുത്തതാണിത്. ഇതിലേക്ക് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ തിളച്ച വെള്ളം ഒഴിച്ച് കൊടുക്കുക. തിളച്ച വെള്ളം ചേർത്തിട്ട് കുറച്ച് അധികമൊന്നും വേണ്ട, ഒരു കുറച്ച് തിളച്ച വെള്ളം ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഞാൻ തിളച്ച വെള്ളം ഇപ്പോൾ ചേർത്തിട്ടില്ല. സുർക്കൊക്കെ ചേർത്ത് മാറ്റി വെച്ച ശേഷമാണ് ഞാൻ കുറച്ച് വെള്ളം ചേർത്തത്. ഇനി ഞാനിതിലേക്ക് സുർക്കയാണ് ചേർത്ത് കൊടുക്കുന്നത്. പുളിക്ക് ആവശ്യമായ സുർക്ക ചേർത്ത് കൊടുക്കുക. അപ്പോൾ നമുക്കിങ്ങനെ കഴിച്ച് നോക്കുമ്പോൾ അതനുസരിച്ചാണ് നമ്മൾ സുർക്കയുടെ അളവ് ഉപ്പിയുടെ അളവൊക്കെ കൂട്ടിയിട്ടും കുറച്ചൊക്കെ ഉപയോഗിക്കേണ്ടത്. ചില ആളുകൾ കൂടുതൽ സുർക്ക ഉപയോഗിക്കും, ചിലർ കുറച്ച് സുർക്ക മാത്രമേ ഉപയോഗിക്കുള്ളൂ. അപ്പോൾ അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടം അനുസരിച്ച് ചേർക്കുക. അപ്പോൾ ഇവിടെ നമ്മുടെ അച്ചാർ തയ്യാറായി വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ അതിൽ ടേസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ ഉപ്പ് കുറച്ച് കമ്മിയാണ് എനിക്ക് തോന്നിയത്. അപ്പോൾ ഞാൻ കുറച്ചും കൂടെ ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഇനി ഇതിൻ്റെ കൂടുതൽ നമ്മൾ അറിയണമെന്നുണ്ടെങ്കിൽ പിറ്റേ ദിവസമൊക്കെ കഴിച്ച് നോക്കുമ്പോഴാണ് മനസ്സിലാവുക ഉപ്പും പുളിയൊക്കെ കുറവുണ്ടോ ഇല്ലേ. അപ്പോൾ അതനുസരിച്ച് നമ്മൾ കുറച്ചും കൂടെ ചേർത്തൊക്കെ കൊടുക്കും. ഓക്കെ, അപ്പോൾ അച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ രൂപത്തിലാണ് ഞാൻ ബീട്രൂട്ട് അച്ചാർ തയ്യാറാക്കിയത്. പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റിയൊരു
രീതിയാണ് ഞാൻ കാണിച്ചു തന്നത്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് തയ്യാറാക്കി നോക്കുക. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കുറച്ചുകൂടെ വെളിച്ചെണ്ണ ഞാൻ അതിലേക്ക് ചേർത്തിരുന്നു. അപ്പോൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക. ബീട്രൂട്ട് റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ കമൻ്റ് അയക്കുക, ലൈക്ക് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.